നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 449 449. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമാണ് നമുക്ക് പറയേണ്ടത്. ശ്രീ ഭഗവാനുവാച നിബോധതാതേദം അമൃതം ബ്രവീമി മാ അസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തദയേഷ മഹർഷിർവഹാമ സർവേ വിവശാ യസ്യധിഷ്ഠം. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, വത്സ ഇതിനെ ധരിച്ചാലും ഞാൻ എന്താ പറഞ്ഞത് അത് അങ്ങ് കേട്ടാലും അർത്ഥമായി. സത്യം പറയുന്നേൻ പ്രമാണത്തെ അതിക്രമിച്ചിരിക്കുന്ന ദേവനെ അനാദരിപ്പാനായിക്കൊണ്ട് നീ അർഹിക്കരുത്. അതായത് ഈശ്വര നിന്ദ ചെയ്യരുത് എന്നർത്ഥം. ഇതെല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. ഞങ്ങളും ശിവനും ഈ നിൻ്റെ പിതാവ് അതായത് ബ്രഹ്മാവും അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ പ്രിയവ്രതൻ്റെ അച്ഛൻ അങ്ങനെ അർത്ഥം എടുക്കണം, മഹർഷിയും എല്ലാവരും പരവശന്മാരായിട്ട് യാതൊരുവൻ്റെ ആജ്ഞയെ വഹിക്കുന്നു. അതായത് എല്ലാവരും ഈശ്വരൻ്റെ ആജ്ഞയെ നിറവേറ്റി നിവർത്തിയുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ഭഗവാൻ പറയാണ്, മഹാവിഷ്ണു പറയുന്നു, കർമ്മമാർഗത്തിൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ബ്രഹ്മദേവ വാക്യങ്ങളാണ് ഇതുമുതൽ 9 പദ്യങ്ങൾ. ഹേ വത്സ, ഞാൻ പറയുന്ന ഈ സംഗതി നീ മനസ്സിരുത്തി ധരിക്കണം. പറയുന്നത് ഞാനല്ല, ഞാൻ മുഖാന്തരം സാക്ഷാൽ നാരായണൻ ശ്രീ നാരായണൻ പറയുന്നതായി ധരിച്ചു കൊള്ളുക. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ശ്രീമൻ നാരായണനാണ് ചൈതന്യവത്തായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ പറഞ്ഞതും ഞാൻ കേൾക്കുന്നതൊക്കെ ഈശ്വരൻ്റെ വാക്കുകളാണെന്നുള്ള ബോധം വേണം. അതിനെ അന്യതാകരിക്കാൻ നമ്മൾക്ക് ത്രാണിയില്ല. ഇന്ന വിധമിരിക്കുന്നവൻ എന്ന് ആരാലും നിശ്ചയിപ്പാൻ കഴിയാത്ത ആ ദേവൻ്റെ വാക്യത്തിൽ ദോഷത്തെ ആരോപിച്ചുകൊണ്ട് അതിനെ അനാദരിക്കുന്നത് നിനക്ക് യോഗ്യമല്ല. അതായത് ഉപദേശ ശകലങ്ങളെ നമ്മൾ തൃണവൽക്കരിക്കരുത്, അതിനെ ബഹുമാനിക്കുക, അതിനെ പാലിക്കുക. അപ്പോൾ പറയുന്നു, ഞാൻ പറയുന്നത് സത്യമാകുന്നു. ഈ ഞാനും ശ്രീ ശിവനും ഈ നിൽക്കുന്ന നിൻ്റെ പിതാവും നിനക്ക് ഉപദേശിക്കുന്ന ഈ മഹർഷിയും എല്ലാവരും അവശന്മാരായിട്ട് ആ ദേവൻ്റെ ആജ്ഞയെ നിർവഹിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു. അതാണ് എല്ലാവരിലും ഈശ്വരനാണ്. അപ്പോൾ അതിനൊരു പ്രമാണം പറയുന്നു. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യചന്ദ്രമസോ വിധൃതോ തിഷ്ഠത. അതായത്, ഹേ ഗാർഗി, നാശരഹിതനായ ഇവൻ്റെ ശാസനത്തിൽ സൂര്യചന്ദ്രതമസ്സുകൾ നിൽക്കുന്നു. അതായത് എന്നിലും നിങ്ങളിലുമുള്ള ശക്തിവിശേഷമാണ് നമ്മൾക്ക് സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ഒക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഭഗവത് ചൈതന്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്നർത്ഥമായ ഈശ്വര മഹിമയെ സൂചിപ്പിക്കുന്ന ഉപനിഷത്ത് അർത്ഥത്തെ മേൽ കാണിച്ച രീതിയിൽ ഉപദേശിച്ചിരിക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രാദികളും ബ്രഹ്മാദിദേവന്മാരായ ഞങ്ങളെല്ലാവരും മനുഷ്യലോകവാസികളും എന്നു വേണ്ട, ചരാചരങ്ങൾ അഖിലവും അവരവരുടെ പ്രവൃത്തിയെ നടത്തുന്നത് ഈശ്വരൻ്റെ ആജ്ഞയ്ക്ക് കീഴടങ്ങിയിട്ടാണെന്ന് നീ ധരിക്കണം എന്ന് വിശേഷേണ പറയുണ്ടായി.
ഈശ്വരൻ മാത്രം സ്വതന്ത്രൻ, മറ്റെല്ലാവരും ഈശ്വരാധീനന്മാർ എന്ന് സാമാന്യേന ധരിപ്പിച്ചു. ശ്ലോകം 12. ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഹന്തും തനുഭൃൽ വിഭൂയാത്. അതായത് അവൻ്റെ നിശ്ചയത്തെ, ഈശ്വരൻ്റെ നിശ്ചയത്തെ തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ യോഗശക്തി കൊണ്ടോ ബുദ്ധി സാമർഥ്യം കൊണ്ടോ അർത്ഥങ്ങൾ കൊണ്ടോ ധർമ്മങ്ങൾ കൊണ്ടോ അന്യസഹായം കൊണ്ടോ സ്വബലം കൊണ്ടോ ഒരു പ്രാണിയും മറ്റു വിധത്തിലാക്കുവാൻ സമർത്ഥനാകയില്ല. അതാണ് ഈശ്വരഹിതത്തെ സ്വീകരിക്കാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, തപപ്രഭാവാദികൾ ഉള്ള ബ്രഹ്മാദികൾ സ്വതന്ത്രന്മാരല്ലയോ എന്ന് ശങ്കിക്കേണ്ട. ശരീരം ധരിച്ചിരിക്കുന്ന ഒരുവനും പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് കഠിനമായി ചെയ്യുന്ന തപസ്സുകൊണ്ടോ ശാസ്ത്രാഭ്യാസം കൊണ്ടോ പ്രാണായാമാദികൾ അഭ്യസിക്കുന്നത് കൊണ്ടോ സിദ്ധിക്കുന്ന യോഗൈശ്വര്യം ബുദ്ധി സാമർഥ്യം എന്നിവ കൊണ്ടോ ധനാദികൾ കൊണ്ടോ യോഗാദി കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ബലവത്തായിരിക്കുന്ന അന്യസഹായം കൊണ്ടോ സ്വതസിദ്ധമായ പ്രഭാവം കൊണ്ടോ ഈശ്വര നിശ്ചയത്തെ മറ്റൊരു വിധത്തിലാക്കുവാൻ സമർത്ഥരല്ല. ഇനി 13ാമത്തെ ശ്ലോകം നോക്കൂ. ഭവായ നാശായ ച കർമ്മ കർത്തും ശോകായ മോഹായ സദാ ഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗം അവ്യക്തദിഷ്ടം ജനതാംഗതത്തെ. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഹേ വത്സ, ജനനത്തിനായിക്കൊണ്ടും മരണത്തിനായിക്കൊണ്ടും കർമ്മം ചെയ്യുവാനായിക്കൊണ്ടും ദുഃഖത്തിനായിക്കൊണ്ടും ഭ്രമത്തിനായിക്കൊണ്ടും ഭയത്തിനായിക്കൊണ്ടും ഇഷ്ടത്തിനായിക്കൊണ്ടും അനിഷ്ടത്തിനായിക്കൊണ്ടും അവ്യക്ത ഈശ്വരനിശ്ചിതമായ ദേഹയോഗത്തെ ജനസമൂഹം എപ്പോഴും ധരിക്കുന്നു. ഈ ശരീരം വേണ്ട എന്ന് വയ്ക്കാൻ നമുക്ക് ആർക്കും ത്രാണിയില്ല. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? എല്ലാവരും ഈശ്വരാധീനന്മാരാണെന്ന സംഗതിയെ തന്നെ ഉറപ്പിക്കുവാൻ ഒന്നാമതായിട്ട് ദേഹധാരണം തന്നെ പരാധീനതയെ അനുസരിച്ചാണെന്ന് കാണിക്കുന്നു. ഹേ വത്സ, സകല ജീവരാശികളും ഈശ്വരാജ്ഞയെ അനുസരിച്ചുകൊണ്ട് ദേഹത്തെ ധരിക്കുന്നു. ദേഹം ധരിക്കണമെന്നുള്ള ഇഷ്ടം കൊണ്ടല്ല ജീവജാലം ദേഹം ധരിക്കുന്നത്. ജനിപ്പാനും മരിപ്പാനും ലൗകികമായ വൈദിക കർമ്മമായുള്ള കർമ്മങ്ങൾ ചെയ്യുവാനും സുഖം അനുഭവിക്കാനും ഭ്രമിക്കുവാനും ഭയപ്പെടുവാനും ഇഷ്ടം അനുഭവിപ്പാനും അനിഷ്ടം അനുഭവിപ്പാനും വേണ്ടിയിട്ട് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന രീതിയിലുള്ള ശരീരത്തെ ജീവസമൂഹം ധരിക്കുന്നു. ഒരുവനും ഈ സങ്കടങ്ങളെ മനസ്സോടുകൂടി അനുഭവിക്കുന്നതല്ല, അവൻ ഇതിനനുഭവിപ്പാൻ നിർബന്ധനായിരിക്കുന്നു. അതിനാൽ ശരീരധാരണം തന്നെ അസ്വതന്ത്രയെ സൂചിപ്പിക്കുന്നു. അത് അവൻ്റെ ജന്മാന്തര കർമ്മഫലാനുസരണം ഭഗവാൻ നിശ്ചയിച്ചതാവുന്നു എന്ന് അണുകിട വ്യത്യാസമില്ലാണ്ട് നമുക്ക് പറയാൻ സാധിക്കണം. ഇനി 14ാമത്തെ ശ്ലോകം. യദ്വാഭിതന്ധ്യാം ഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിതാം സർവേ വഹാമോ ബലിം ഈശ്വരായ പ്രോദാനശീവധിപതേ ചതുഷ്പദാം. ഇതിന് വാക്കാർത്ഥം പറഞ്ഞത്, ഹേ ബാല, യാതൊരുവൻ്റെ വാക്കാകുന്ന തന്ത്രിയിൽ അതായത് കമ്പിയിൽ എന്നൊക്കെ പറയും, അതിക്രമിപ്പാൻ പ്രയാസം അധികമുള്ള ഗുണങ്ങളും കർമ്മങ്ങളുമാകുന്ന കയറുകൊണ്ട് നന്നായി യോജിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും നാസികയിൽ കയറിട്ടു പിടിക്കപ്പെട്ട നാൽക്കാലികൾ മനുഷ്യനായി കൊണ്ടെന്ന പോലെ ഈശ്വരനായ
ഈശ്വരനായിക്കൊണ്ട് പൂജയെ വഹിക്കുന്നു. അപ്പോൾ അത് നിഷ്കാമകർമ്മമായാലേ അതിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, കർമ്മത്തിലും ജീവസമൂഹത്തിന് സ്വാതന്ത്ര്യം ഇല്ലെന്ന് കാണിക്കുന്നു. ഹേ വത്സ, ദേവലക്ഷണങ്ങളായ ഭഗവാന്റെ വാക്കാകുന്ന തന്ത്രിയിൽ സത്വാദി ഗുണങ്ങളും കർമ്മങ്ങളാകുന്ന കയറുകൊണ്ട് അതിക്രമിപ്പാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ, മൂക്ക് കയറിട്ട് പിടിച്ച വാഹനത്തോടെ ബന്ധിക്കപ്പെട്ട നാൽക്കാലികൾ അവരുടെ യജമാനന്മാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഗുണകർമ്മവാസനകളെ അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു. ജന്മാന്തര കർമ്മവാസനകളും സത്വാദി ഗുണങ്ങളുമാകുന്ന കയർ കൊണ്ട് ഇവർ നമ്മളെ കർമ്മമാർഗത്തിൽ നിബന്ധിച്ചിരിക്കുന്നു. അധികാരപ്രാപ്തങ്ങളായ കർമ്മങ്ങളെ ഈശ്വരാരാധനമായിട്ട് നമ്മൾ നടത്തുന്ന പക്ഷം ഭഗവാന്റെ കാരുണ്യം നമ്മളിലുണ്ടാകും. അപ്പോൾ ഈശ്വരൻ തന്നെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെടും. അതല്ലാതെ ശക്തി കൊണ്ട് ഈ കെട്ടർത്തു പോവാൻ നമ്മൾക്ക് ശക്തിയില്ല. വാഹനത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരകൾ, കാളകൾ മുതലായ നാൽക്കാലികൾ മടികൂടാതെ പ്രവൃത്തി ചെയ്താൽ അവനെ കെട്ടഴിച്ചുവിട്ട് പുല്ലും വെള്ളവും കൊടുത്തു വിശ്രമിപ്പിക്കണമെന്നുള്ള കാരുണ്യം മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പോലെ ഈശ്വരനും ജീവസമൂഹത്തെ അനുഗ്രഹിക്കുവാൻ കരുണയുണ്ടാകുമ്പോൾ അല്ലാതെ ഇതിൽ നിന്ന് നിവർത്തിക്ക് ലഭിക്കുന്നതല്ലെന്ന് ബോധിപ്പിക്കുവാനാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ദർ ഈസ് നോ എല്ലാം ഫുൾ പ്രൂഫാണ്, ഒന്നിലും നമുക്ക് അപകടം പറയാൻ പറ്റില്ല. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. ഈശാഭിസൃഷ്ടം അവരുന്തമഹേ അംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മ സംഗാത് ആസ്ഥായ തദ്യതയുക്ത നാഥ ചക്ഷുഷ്മദാന്ധ ഇവ നീയമാനാം. ഹേ ബാല, ഗുണകർമ്മ സംഘം ഹേതുവായിട്ട് സുഖം ദുഃഖമോ സുഖമോ ഈശ്വരനാൽ നൽകപ്പെടുന്നതിനെ നമ്മൾ അനുസരിക്കുന്നു. സ്വാമി ഏതേതിനെ യോജിപ്പിച്ചുവോ അതതിനെ സ്വീകരിച്ചിട്ട് കണ്ണുള്ളവനാൽ നടത്തപ്പെടുന്ന ദൃഷ്ടിഹീനന്മാരെന്ന പോലെ. മനസ്സിലായിട്ടുണ്ടാവില്ല ആ ഭാവാർത്ഥം പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഭോഗാനുഭവത്തിലും സ്വാതന്ത്ര്യമില്ലെന്ന് ദൃഷ്ടാന്തപൂർവം ഉപദേശിക്കുന്നു. സത്വാദി ഗുണങ്ങളെയും ജന്മാന്തര കർമ്മവാസനകളെയും അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ സമുചിതങ്ങളായ ദുഃഖങ്ങളെയോ സുഖങ്ങളെയോ ഈശ്വരൻ നമ്മൾക്ക് നൽകുന്നതിനെ നമ്മൾ അനുസരിച്ചു കൊള്ളണം. അതത് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിന് ഉചിതമായ സ്ഥാനത്തിൽ ഭഗവാൻ നമ്മളെ ജനിപ്പിക്കുകയും ഉചിത സുഖദുഃഖങ്ങൾ നൽകുകയും ചെയ്യുന്നു. കുരുടന്മാരുടെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്നവൻ ദൃഷ്ടിയുള്ളവൻ ഏത് സ്ഥാനത്തിൽ കൊണ്ടുപോകുന്നുവോ അവിടം വസിപ്പാൻ അന്ധന്മാർ നിർബന്ധിക്കപ്പെട്ടവരാകുന്നു. സുഖോചിതവാസസ്ഥാനം കണ്ടുപിടിക്കാനും അവിടെ പോവാനും അന്ധന്മാർ അശക്തന്മാരാകുന്നത് വരല്ലോ എന്നാണ് പറഞ്ഞത്. പിന്നെ നാൽക്കാലികൾ കുടിപ്പാനും ഭക്ഷിപ്പാനും സ്വാമി നൽകുന്നതിനെ സ്വീകരിക്കുകയല്ലാതെ
മറ്റ് നിവർത്തി മാർഗം അവർക്കില്ലാത്തതുപോലെ സർവേശ്വരൻ നിവർത്തി മാർഗം അംഗീകരിക്കപ്പെടാനല്ലാതെ അതിനെ എതിർക്കാൻ ആക്രമിപ്പാൻ ജീവവർഗത്തിന് സാമർഥ്യം ഇല്ല. സ്വാമിയായ ഈശ്വരൻ ദേവദിർയാദികളായ ഏതേത് ദേഹങ്ങളെയും യോഗങ്ങളെയും നൽകുന്നുവോ അവയെ സ്വീകരിച്ചു കൊള്ളണം. വേണ്ടാന്ന് പറയരുത്. വേണ്ടാന്ന് പറഞ്ഞാൽ അപകടമായി. ഇനി അടുത്ത ശ്ലോകം 16. മുക്തോ അഭിതാവത് വിഭ്യയാൽ സദേഹ മാരബന്ധം അശ്നംഭിമാനസ്യ മാനശൂന്യ ആരബ്ധ അശ്നാഭിമാനശൂന്യ യഥാനൂതം പ്രതിയാത് ഇന്ദ്ര കിം ത്വാന്യദേഹായ ഗുണാൻ ന വ്യക്തേ എന്നാണ് പറഞ്ഞത്. അതായത് മുക്തനും അഭിമാനമില്ലാത്തവനായിട്ട് ആരംഭിച്ചിരിക്കുന്നതിനെ അനുഭവിക്കുന്ന ആളായിട്ട് സ്വശരീരത്തെ അതുവരെ മരിക്കണം ഉറക്കത്തിൽ നിന്നുണർന്നവൻ അനുഭൂതം യഥാ അനുഭവിച്ചതിനെ സ്വപ്നത്തെ എന്ന പോലെ എന്നാൽ അന്യദേഹത്തിനായി കൊണ്ടുള്ള ഗുണനാഥൻ ഗുണങ്ങളെ വരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുണങ്ങളെ എന്തിനൊക്കെ ഉപകരിക്കാൻ പാടൂ എന്നുള്ളത് പ്രിയാമ്പിളിൽ പറയും. അപ്പോൾ പറയണു, മുകളിൽ പറഞ്ഞ അസ്വാതന്ത്ര്യം അറിവില്ലാത്തവരെ സംബന്ധിച്ചിരിക്കത്തോളം ശരി തന്നെ അറിഞ്ഞവൻ ഇതിൽ നിന്ന് വേറിട്ടവരല്ലയോ എന്ന് ശങ്കിക്കേണ്ട. ആത്മാവിൽ പരമാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞതുകൊണ്ട് സംസാരബോധത്തിൽ നിന്ന് വീട്ടിലിരിക്കുന്നവനും അവൻ്റെ ശരീരം നിലനിൽക്കുന്ന കാലത്തോളം പ്രാരബ്ധാനുസരണം വന്നു ചേരുവാൻ ഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അവന് ആത്മസാക്ഷാത്കാരമുണ്ടാകാത്തത് കൊണ്ട് ശരീരാഭിമാനമോ അത് നിമിത്തമുണ്ടാകുന്ന അവൻ്റെ കർമ്മങ്ങളും ഭോഗാനുഭവങ്ങളും ഇനിമേൽ ശരീര പ്രാപ്തിക്ക് കാരണമണ്ഡലമായിരിക്കുന്ന ഏതുപോലെ എന്നാൽ ഉറക്കത്തിൽ നിന്നുണർന്നവൻ സ്വപ്നത്തിൽ അനുഭവിച്ചതായ സുഖദുഃഖങ്ങളെ ദുഃഖിയോ ആയിരിക്കുന്നില്ലല്ലോ. അതുപോലെ അജ്ഞാന രൂപനിദ്രയിൽ നിന്ന് ഉണർന്ന ജീവൻ മുക്തന്മാർ അതുപോലെ ജ്ഞാനത്തിന് അതുപോലെ അജ്ഞാനരൂപ നിദ്രയിൽ നിന്നുണർന്ന ജീവൻ മുക്തൻ പ്രാരബ്ധത്തെ ഓർക്കുന്നവനായാലും അഭിമാനിക്കുന്നില്ല. അതിനാൽ പുനർജന്മങ്ങൾക്ക് കാരണവുമില്ല. എന്നാലും പ്രാരബ്ധാനുസരണം ദേഹയോഗവും സുഖദുഃഖാനുഭവങ്ങളും ജ്ഞാനികൾ കൂടി ഒഴിപ്പാൻ കഴിയാത്ത സ്ഥിതിക്ക് അജ്ഞാനികളുടെ കഥ പറയണമോ എന്ന് സാരം എന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. അപ്പം ഇനി 17-ാമത്തെ ശ്ലോകം പറയണു, ഭയം പ്രമത്തസ്യവനേഷഭി സ്യാത് തദത്സ ആത്മസ്ഥോ സഹസ്രപാത് ആസ്തേ സഹഷട്സപത്ന ജിതേന്ദ്രിയസ്യാത്മരതേർഭുതസ്യ ഗൃഹാശ്രമ കിന്നു കരോത്യവദ്യം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഒന്നും മനസ്സിരുത്താത്തവന് വനങ്ങളിലും ഭയമുണ്ടാകും.
എന്തുകൊണ്ടെന്നാൽ സഹ ഷഡ് സപ്ത സപ്ന ആസ്തേ, അവൻ 6 ശത്രുക്കളോട് കൂടി വരും. ആത്മാവിൽ രതിയെ പ്രാപിച്ചവനുമായ വിദ്വാന് മൃഗസ്ഥാശ്രമ സ്വീകരണം അവിദ്യ കൊണ്ടുണ്ടാക്കണതാണ് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിപ്പാൻ ആവശ്യമായ കർമ്മങ്ങളിൽ മനസ്സിരുത്താത്ത ഒരുവൻ സംഘദോഷത്തെ ഭയപ്പെട്ട കാടുകൾ തോറും സഞ്ചരിച്ചാലും നരകത്തിങ്കൽ അഭയം അവനെ വിട്ടുപിരിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ അനുഗ്രഹമില്ലാത്തതിനാൽ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടി 6 ശത്രുക്കൾ അവൻ്റെ ഒരുമിച്ച് തന്നെ ഇരിക്കുന്ന ആത്മാവായ ശ്രീഹരിയിൽ രതിയെ സമ്പാദിച്ചിരിക്കുന്ന വിദ്വാൻ ആത്മാവായ ശ്രീഹരിയിൽ രതിയെ സമ്പാദിച്ചിരിക്കുന്ന വിദ്വാൻ ഗൃഹസ്ഥാശ്രമത്തെ അംഗീകരിക്കുന്നത് കൊണ്ട് എന്ത് ദോഷമാണെന്ന് അറിയുന്നില്ല. ഒന്നുമില്ല. സംസാരവൃത്തി ഭഗവത് അനുഗ്രഹത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് എൻ്റെ ആ ഒരു വലിയ രസയിൽ പറഞ്ഞത്. അതിന് ഭഗവാനെ ഭജിക്കണം. അത് ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വധർമാനുഷ്ഠാനം എന്ന നിലയിൽ ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ലെന്ന് സിദ്ധാന്തം എന്ന് പറഞ്ഞു. ഈ സിദ്ധാന്തങ്ങളാണ് വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി ശ്ലോകം 18 എന്താ? ഷട്സത്നാൻ വിജഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേതപൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരീൻ ക്ഷീണേഷു കാമം വിചരേ ദിവശ്ചിത്. ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? യാതൊരുവൻ 6 ശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവനോ അവൻ ആദ്യം തന്നെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചിട്ട് യത്നിക്കണം. ദുർഗത്തെ ആശ്രയിച്ചവൻ ഊർജിത അരീൻ ബലവാന്മാരുടെ ശത്രുക്കളെ എന്ന മലയാളത്തിൽ അതിക്രമിക്കുന്നു. തേഷു അവർ ക്ഷീണന്മാരായിരിക്കുമ്പോൾ വലിയ ഒരു കാര്യം നടക്കണ്ടായി. അതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാജധാനികളോ ഇഷ്ടം പോലെ വസിക്കുന്ന ദോഷമില്ല. അതുപോലെ അറിവുള്ള ഒരുവൻ ഇന്ദ്രിയങ്ങളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന കാലത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ വിധിക്കപ്പെട്ട ധർമ്മങ്ങളെ അനുസരിച്ചുകൊണ്ടുള്ള ഭോഗങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കുകയും ഭഗവത് ഭക്തിയെ ആശ്രയിച്ച് അവയുടെ ബലത്തെ കുറയ്ക്കുകയും ചെയ്യുവാൻ പരിശ്രമിക്കണം. ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞുവെന്ന് കണ്ടാൽ പിന്നെ ഗൃഹത്തിലോ വനത്തിലോ ഇഷ്ടമുള്ള ദിക്കിൽ വസിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ശ്ലോകം കൂടിയും പറഞ്ഞ് നിർത്താം. ശ്ലോകം 19. ത്വം ത്വജപ്നാഭാംഗ്രി സരോജകോശ ദുർഗാശ്രിതോ നിർജിത ഷട്സപത്ന
ഭുങ്ക്ഷേഹ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്തസംഗ പ്രകൃതിം ഭജസ്വാം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം, നീയാകട്ടെ ഭഗവാന്റെ പാദസരോജ കോശമാകുന്ന ദുർഗത്തെ ആശ്രയിച്ചവനായി നിർജിത ഷഡ് സ്വപ്ന ഏറ്റവും ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയവനായിട്ട് പുരുഷാദിദിഷ്ടകൻ ഇഷ്ടാൻ ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മുക്തസംഘം സർവകാരണമായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചാലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. സാധാരണ രാജാക്കന്മാർ ബാഹ്യശത്രുക്കളെ ജയിപ്പാൻ ദുർഗങ്ങളെ ആശ്രയിക്കട്ടെ. നീയാകട്ടെ ആന്തര ശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന രാജാവായിരിക്കുന്നതിനാൽ ശ്രീനാരായണ പാദമുകുളമാകുന്ന ദുർഗത്തെ ആശ്രയിക്കുക. താമരമൊട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന വണ്ടിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭോഗങ്ങളെ ഈ ലോകത്തിൽ കൂട്ടുന്നവനായിട്ട് പ്രകൃതിയും സർവകാരണമായിരിക്കുന്ന ഭഗവാനെയും ആശ്രയിച്ചാലും എന്ന് പറഞ്ഞു. പറയാതെ കൊണ്ട് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം, സാധാരണ രാജാക്കന്മാർ ബാഹ്യശത്രുക്കളെ ജയിപ്പാൻ ദുർഗങ്ങളെ ആശ്രയിച്ചോട്ടെ. നീയാകട്ടെ ആന്തരശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന രാജാവായതുകൊണ്ട് ശ്രീനാരായണ പാദകമല ശ്രീനാരായണ പാദകമല മുകുളമാകുന്ന ദുർഗത്തെ ആശ്രയിക്കുന്നു. താമരപ്പൊട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന വണ്ടിന് ബാഹ്യവസ്തുക്കളായ ശീതോഷ്ണങ്ങൾ ബാധിക്കയില്ല. ഇല്ലാതെയാകുന്നത് പോലെ ഭഗവത് പാദകമലത്തെ ആശ്രയിച്ചിരുന്നതിനെ ബാഹ്യങ്ങളായ മോദഖേദങ്ങൾ ബാധിക്കുകയില്ല. അങ്ങനെ ഭഗവാന്റെ കാരുണ്യത്താൽ ഉണ്ടാകുന്ന ഈ ഭാഗവത സംഹിത മനസ്സുമാകുന്ന 6 ശത്രുക്കളെയും തീരിലയിക്കുന്നവരിൽ ഭഗവാൻ നൽകിയിരിക്കുന്ന അധികാരത്തെ സ്വീകരിച്ചത് അതിന് ഉചിതങ്ങളായ ഭോഗങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുക. അനന്തരം സർവസംഘങ്ങളെയും പരിത്യജിച്ചിട്ട് ഭഗവത് പാദത്തെ ഭജിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് സ്മരിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ കാര്യങ്ങളെല്ലാം ഭംഗിയാവും എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.